ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ചിക്കൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പത്തിരിൻ്റെ കൂടെ അതുപോലെ വെള്ളപ്പം, പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി. അതിനായിട്ട് ഇതാ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടറ്റോ ആണ്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 2 വലിയ സവാള, പിന്നെ ഒരു 4 ഏലക്ക, 2 പട്ട, ഒരു 3 ഗ്രാമ്പു കേട്ടോ. പിന്നെ പൊടിയായിട്ട് 2.5 സ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 തക്കാളി, ഒരു 4 പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ ഒന്ന് വേഗത്തിലൊന്ന് റെഡിയാക്കിയാലോ. അപ്പോൾ ഇത് പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതാ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതാ മുഴുവനായിട്ട് സവാള ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇല്ലാതെ എന്ത് കറിയില്ലേ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ കുക്കായി വരണം കേട്ടോ. അതിന് ശേഷം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതാ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഏകദേശമൊക്കെ കുക്കായതിന് ശേഷമാണ് തക്കാളി ചേർത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് നന്നായി കുക്കായി വരണം. നന്നായിട്ട് തന്നെ നമ്മൾ മസാലകളൊക്കെ കുക്കായി വരണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഇതാ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഈ 2 പൊടി മാത്രമേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ചിക്കൻ ചേർത്ത് പൊട്ടറ്റോ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. മസാലയും പൊട്ടറ്റോ അതുപോലെ ചിക്കനൊക്കെ കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് നമുക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കന് 2ാം പാലിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവാൻ ആവശ്യമുള്ള 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. കറി ഒന്ന് തിക്കായി വരാനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ നല്ല തിളച്ച് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതാ ക്യാഷ്യൂ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമ റെസിപ്പി ആയിട്ടോടെ കാണിച്ചത്. അപ്പോൾ പത്തിരിൻ്റെ കൂടെ നമ്മൾ നോമ്പിനൊക്കെ വറുത്തരച്ച കറിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതുപോലെ ഗ്യാസ് അങ്ങനെയുള്ളവർക്കൊക്കെ വറുത്തരച്ച കറി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനത്തെവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ കുറുമ തന്നെയാണ് കേട്ടോ. പാലപ്പം അതുപോലെ പത്തിരി വെള്ളപ്പൊക്കെ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട്
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയായിട്ട് ഇവിടെ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.